സ്കൂളിൽ കോമൺ ആയിട്ട് വരുന്ന ടെട്രാസ് ആണ്, വിഡോ ടെട്ര അല്ലെങ്കിൽ നിയോൺ ടെട്ര, ഇതേപോലത്തെ വെറൈറ്റീസ് ആണ് കോമൺ ആയിട്ട് ഈ സ്കൂളിന്റെ കാറ്റഗറിക്കകത്ത് വരുന്നത്. അതേപോലത്തെ വെറൈറ്റീസ് ഇടുന്നതാണ് യഥാർത്ഥത്തിൽ പ്ലാന്റ് ടാങ്കിൽ കുറച്ചുകൂടി നല്ലത്. പിന്നെ പീസ്ഫുൾ ആയിട്ടുള്ള മീനുകൾ അല്ലെങ്കിൽ ഒരുപാട് സ്പീഡ് കൂടുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന വെറൈറ്റീസ് ഒക്കെ വെക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഈ ടെട്രാസ് അതേപോലത്തെ വെറൈറ്റീസ് ഒക്കെയാണ് കുറച്ചുകൂടിയൊക്കെ ബെറ്റർ. പീസ്ഫുൾ ആയിട്ടുള്ള മീനുകൾ, സ്ലോ മൂവ്മെന്റ് ആയിട്ടുള്ള മീനുകൾ, എന്നാൽ മാത്രമേ പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുള്ളൂ. പിന്നെ സെമി പ്ലാന്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പലരും പരവണ ടാങ്കിലൊക്കെ വെൽസിനൊക്കെ വെക്കുന്നതേ കണ്ടുണ്ട്. അതൊന്നും വലിയ വിഷയമില്ല. നമ്മൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അതിന്റെ ഒരു റേഷ്യോ അനുസരിച്ച് പോയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈറ്റ് വളരെ ഒരു പ്രാധാന്യമാണ്. ടാങ്കിന്റെ മുകളിൽ ഒരു ലൈറ്റ് സെറ്റ് ചെയ്താൽ അത് ആ ബോട്ടത്തിൽ നിൽക്കുന്ന പ്ലാന്റ്സിന് എത്ര ലെവലിൽ കിട്ടും എന്നുള്ള അളവനുസരിച്ചാണ് അതിന്റെ വളർച്ചയൊക്കെ വരുന്നത്. പിന്നെ ആൽഗി ഇഷ്യൂസ് ഉണ്ടാകാം, പലതരത്തിലുള്ള പ്രോബ്ലങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഓവർകം ചെയ്ത് മാത്രമേ ഒരു പ്ലാന്റ് ടാങ്ക് പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ പ്ലാന്റ് ടാങ്കിൽ നമുക്ക് മീനുകൾ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്യത്തക്ക രീതിയിലുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ വളരെ വലിയ സൈസ് മീനുകൾ ഒരിക്കലും നമുക്ക് ഇടാൻ പറ്റില്ല. അവർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടിയെല്ലാം കൂടെ ഇളവും. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഫിൽറ്റേഴ്സ് ആണ്. ഇപ്പൊ പ്ലാന്റ് ടാങ്കിൽ എല്ലാ ടൈപ്പ് ഫിൽറ്റേഴ്സും, അതായത് ഫ്ലോ വരത്തക്ക രീതിയിലുള്ള ഫിൽറ്റേഴ്സ് ഒക്കെ നമുക്ക് വെക്കാൻ വളരെ പാടാണ്. മീൻസ് ഇപ്പോൾ ഇന്റർണൽ ഫിൽറ്റർ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെടികളുടെയൊക്കെ റൂട്ട് ഇളകി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് ഹാങ് ഓൺ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്തിക്കത്തക്ക രീതിയിലുള്ള കോർണർ